ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 5 T20 മത്സരം ചൊവ്വാഴ്ച തുടങ്ങുകയാണ്. രാത്രി 7 മണിക്കാണ് മത്സരം. അപ്പോൾ ക്രിക്കറ്റിൻ്റെ എല്ലാ ക്രിക്കറ്റ് വാർത്തകളും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2026 T20 വേൾഡ് കപ്പിന് മുമ്പേ ഇന്ത്യക്ക് ഒരു പരിശീലനമാകും ഈ മത്സരം. സൂര്യകുമാർ യാദവിന് പുറമെ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയാണ് ടീം സെലക്ട് ചെയ്തിരിക്കുന്നത്. ടീം സെലക്ഷൻ ഇതോടെ തന്നെ ഈ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായിരിക്കും ചൊവ്വാഴ്ച ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 15 അംഗ സ്ക്വാഡിൽ 4 താരത്തിന് എന്തായാലും ബെഞ്ചിലിരിക്കേണ്ടി വരും. കട്ടയ്ക്കല് ആദ്യമായിട്ട് ഈ T20 ഏറ്റവും സാധ്യത കൂടുതൽ ടീമിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുള്ള മലയാളി സൂപ്പർ താരം സഞ്ജു ആണ്. പാർക്കാനും T20 പരമ്പരയിൽ കളിച്ചേക്കില്ല എന്ന ഒരു വാർത്ത വന്നപ്പോൾ ഓപ്പണറായിട്ടെങ്കിലും സഞ്ജുവിന് ടീമിൽ എടുക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ക്രിക്കറ്റ് ആരാധകർക്ക്. വീണ്ടും പരിക്ക് മാറി ടീമിൽ തിരിച്ചെത്തിയ ഗില്ലിന് ശേഷം സഞ്ജുവിൻ്റെ ആരാധകരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. കീപ്പറായി ആദ്യ T20 സഞ്ജുവിനെ പരിഗണിക്കില്ല. ജിതേഷ് ശർമ്മ 5-ാമത് 6-ാമതായിട്ട് എത്തും. മുഴുവൻ മത്സരത്തിൽ ജിതേഷ് ശർമ്മനെ കളിപ്പിക്കില്ല. സഞ്ജു സാംസനെ വരും മത്സരങ്ങളിൽ കൊണ്ടുവരും. രണ്ടാമതായി പുറത്താവാൻ സാധ്യതയുള്ളത് മിന്നും ഓൾറൗണ്ടറായ അസർ പട്ടേലാണ്. അസർ പട്ടേൽ ഒരു ഓൾറൗണ്ടർ ആണെങ്കിലും പ്രധാനമായി നടന്ന ഓസ്ട്രേലിയ പരമ്പരയിൽ T20 വാഷിംഗ്ടൺ സുന്ദർ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ സുന്ദറിനെ ഇറക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ 5 പരമ്പരയിലും അക്ഷർ പട്ടേലിന് ചിലപ്പോൾ പുറത്തിരിക്കേണ്ടി വന്നേക്കാം. മൂന്നാമത്തെ താരം മുൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യ പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തിയാനും ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്ന ശിവൻ ദുബെയ്ക്കാണ്. ഇനി ടീമിൽ തിരിച്ചെത്തുകയെന്ന് വെച്ചാൽ അതികഠിനമായിരിക്കും. അവസാനത്തെ താരം ഹർഷിക് റാണയാണ്. അക്ഷതയും ജസ്കിമറും ഉള്ളതിനാൽ തന്നെ സ്വാഭാവികമായി ഫോമിലല്ലാത്ത ഹർഷിക് റാണയ്ക്ക് ടീമിൽ അവസരം ഉണ്ടാവുകയില്ല. മൂന്നാം മത്സരം ഹാർദിക് പാണ്ഡ്യ തിരിച്ചു മൂന്നാം പേസറായി ഹാർദിക് പാണ്ഡ്യ ഉള്ള കാരണം ഹർഷിക് റാണയ്ക്ക് ഈ 5 മത്സര T20 ഉടനീളം ബെഞ്ചിലിരിക്കേണ്ടി വന്നേക്കാം. അത് കഴിഞ്ഞ് ഗൗതം ഗംഭീറിൻ്റെ മാനസപുത്രൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു അവസരം കൊടുത്തേക്കാനും സാധ്യതയുണ്ട്. അതിൽ ആദ്യ മത്സരം December 9 കട്ടക്കിലും രണ്ടാം മത്സരം December 11 ന്യൂ ചണ്ഡീഗഡിലും December 14 ധർമ്മശാലയിലും December 17 ലക്നൌവിലും December 19 5-ാം T20 അഹമ്മദാബാദിലും നടക്കും. മത്സര സമയത്തിൽ മാറ്റമില്ല. 7 മണിക്ക് തന്നെ മത്സരം ആരംഭിക്കും. സ്റ്റാർ സ്പോർട്സ് 2-ലായിരിക്കും മത്സരം ഉണ്ടാവുക തത്സമയം. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിനും ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.